ഇറാനിലെ അൽബോസ് പ്രവിശ്യയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഏറ്റവും വലിയ പാലമാണ് തകർക്കപ്പെട്ടത് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ദുബൈയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ ഓൺലൈനിൽ മാത്രമായി ചുരുക്കി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന പ്രമേയത്തിന്മേൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇന്ന് വോട്ട് ചെയ്യും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, ഒപ്പം ദുബൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ്, സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം എന്നിവർ ചേരുന്നു. ആദ്യം റഹീസിനെ കാണുമ്പോൾ റഹീസ്, ഇന്നലെ തന്നെ ഇറാന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു അമേരിക്കൻ കമ്പനികളെ, പ്രത്യേകിച്ച് ടെക് കമ്പനികളെ ആക്രമിക്കും, അവരുടെ പേര് പറഞ്ഞ് തന്നെ ലിസ്റ്റ് പുറത്തു വിട്ടുകൊണ്ടായിരുന്നു ഇവർക്കൊക്കെ നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞത്. അത് ഇപ്പോൾ ബഹ്റൈനിൽ അത്തരമൊരു ആക്രമണം ഉണ്ടായതിന്റെ വിവരം വരുന്നു അല്ലേ? ഗൂഗിൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ അമേരിക്കൻ കമ്പനികളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകും എന്ന് ഇത്തരത്തിൽ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അതിൽ ഗൾഫ് മേഖലയിൽ ഏതൊക്കെ കമ്പനികളെ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമല്ല. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോന്നും അതത് രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് ആക്രമണം നേരിട്ടത് എന്ന് ഇത്തരത്തിൽ കമ്പനികളുടെ പേര് പറഞ്ഞ് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരേണ്ടതായുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ UAE കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുവൈറ്റ് കേന്ദ്രീകരിച്ചും രാവിലെ പതിവ് പോലെ തന്നെ ആക്രമണം ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് ഇത്തരത്തിൽ ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ടുള്ള തിരുകർമ്മങ്ങളൊന്നും തന്നെ ദുബായിലെ ചർച്ചുകളിൽ ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ഈ ഈദുമായി ബന്ധപ്പെട്ട് ഈദ്ഗാഹുകളൊക്കെ തന്നെയും ഒഴിവാക്കിയിരുന്നു. ഏതാണ്ട് ആ നിലയിലേക്ക് തന്നെയാണ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും വരുന്നത്. ഈ പൊതുവായിട്ടുള്ള ചടങ്ങുകൾ ഒപ്പം തന്നെ പ്രാർത്ഥനകളൊക്കെയും വരുമ്പോഴേക്കും അത് ഒഴിവാക്കുന്ന സാഹചര്യം നിലവിൽ UAE-യിൽ നിലനിൽക്കുകയാണ് ആകമാനം. അത് ദുബായിലാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തിരുകർമ്മങ്ങളൊന്നും തന്നെ പള്ളിയിൽ ഉണ്ടാകില്ല. ചില പള്ളികളിൽ ഓൺലൈനായി ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അത് പ്രത്യേകിച്ച് ഈ കാത്തലിക് ചർച്ചുകളിലൊന്നും അത്തരത്തിൽ കർമ്മങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ UAE കേന്ദ്രീകരിച്ച് രാവിലെ കാര്യമായ ആക്രമണം ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നില്ല. 1-2 സ്ഥലങ്ങളിൽ അലേർട്ട് ലഭിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും നിലയ്ക്ക് ആക്രമണം സാരമായി ബാധിച്ചിട്ടുണ്ടോ, ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും തന്നെയും വ്യക്തമല്ല. കുവൈറ്റ് കേന്ദ്രീകരിച്ച് രാവിലെ 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. അത് ഏതാണ്ട് 1 മണിക്കൂർ ഇടവേളയിൽ 2 തവണ ആക്രമണം ഉണ്ടായി. അവിടെ നിന്നും ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ അപകടം ഉണ്ടായതിന്റെയോ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ വിവരങ്ങൾ കുവൈറ്റിൽ നിന്നും ലഭ്യമല്ല. ബഹ്റൈനിലും 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. അത് പതിവ് പോലെ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാകുന്ന നിലയ്ക്ക് തന്നെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായി. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ പാലങ്ങൾ കേന്ദ്രീകരിച്ചു കൂടി ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുന്ന സാഹചര്യത്തിൽ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എടുക്കുന്നത്. അതനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രത്യേകമായി ഇത്തരത്തിൽ ഏതെങ്കിലും നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഗൾഫ് മേഖലയിൽ ഒന്നാകെ ഈ പാലങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റോ ഒന്നും ഇല്ല. യാത്രകൾക്ക് ഒന്നും ഒരു തടസ്സവുമില്ല. പൊതു ഇടങ്ങളിലൊക്കെയും നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മാറ്റിയതിനു ശേഷം പിന്നീട് പുതുതായിട്ടൊരു നിയന്ത്രണവും കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം തുടരുന്നു. 34-ാം ദിവസവും ഇത്തരത്തിൽ തന്നെ പുലർച്ചെ വിവിധ ഗൾഫ് മേഖലകളിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ. ശരി റഹീസ്, എന്തായാലും ആ രീതിയിലാണ് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.